IPL മത്സരങ്ങൾ ആരംഭിച്ച് ഒരു രണ്ടാഴ്ചയോളം പിന്നിടുകയാണ്. ഇപ്പോൾ ഇതുവരെയുള്ള കഴിഞ്ഞ IPL സീസൺ പോലെയല്ല ഇത്തവണത്തെ IPL സീസൺ മത്സരങ്ങളില്ല. കാരണം ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസരങ്ങളാണ്. കാരണം പല മത്സരങ്ങളും അത് തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ സൂപ്പർ ടീമുകളായിട്ട് വിലയിരുത്തിക്കൊണ്ടിരുന്ന ചെന്നൈ അടക്കം മുംബൈ ടീമുകളൊക്കെ ഇപ്പം പോയിന്റ് നിലയിൽ താഴേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായി. ആദ്യഘട്ടത്തിൽ തന്നെ ചെന്നൈ ആദ്യ മത്സരത്തിൽ തോൽക്കുന്നു, പിന്നെ മത്സരങ്ങളൊക്കെ പരാജയപ്പെടുന്ന ഘട്ടമുണ്ടായി. മുംബൈയുടെ അവസ്ഥ അതുപോലെ തന്നെ ആണുള്ളത്. അപ്പോൾ നമ്മൾ വലിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടിരുന്ന ഹൈദരാബാദ് പോലും ഇപ്പം പോയിൻ്റ് ടേബിളിൽ താഴേക്കാണ്. നിലവിലെ ചാമ്പ്യന്മാർ കൊൽക്കത്ത ഏറ്റവും താഴെയുള്ള നിലയിലാണ്. അതുപോലെ നമ്മൾ ഏറ്റവും ആരാധകർ കൂടുതലുള്ള ടീം അല്ലെങ്കിൽ ആരാധകരുടെ ഒരു സാന്നിധ്യമൊക്കെ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ടീം എന്ന നിലയിൽ മുംബൈ ആണുള്ളത്. അതുപോലെ തന്നെ ചെന്നൈ. അടുത്ത മത്സരത്തിൽ ഈ ലക്നൗവും മുംബൈയാണ് നേരിടുന്നത്. ഒരേ ഒരു തുല്യശക്തികളുടെ മത്സരമാണ് ഏറെക്കുറെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും രണ്ടും നല്ല കരുത്തുള്ള ടീമുകളാണ്. പക്ഷേ മുംബൈയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മുംബൈ ചെന്നൈക്കെതിരെ തോറ്റു തുടങ്ങിയ ഒരു മുംബൈയാണുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ ആധികാരികമായി വിജയം സ്വന്തമാക്കുകയും ചെയ്തു. അതേസമയത്ത് മറുവശത്ത് ഋഷഭ് പന്ത് നയിക്കുന്ന ടീമിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു മോശം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത മത്സരത്തിൽ എത്രത്തോളം സാധ്യതകളാണ്, ആർക്കാണ് കൂടുതൽ സാധ്യതകളുള്ളത്? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് മുംബൈ വിജയത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് ആ മുംബൈ ടീമിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയൊക്കെ നയിക്കുന്ന ഒരു സ്ക്വാഡാണ്. പക്ഷേ ഏറ്റവും നമ്മൾ കൺസേൺ ഇപ്പം നമ്മുടെ രോഹിത് ശർമ്മയുടെ ഫോം തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഫോമിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പം രോഹിത്തിൻ്റെ കൂടെ പ്രകടനം മുൻനിർത്തി മാത്രമേ മുംബൈയുടെ വിജയസാധ്യതകളെക്കുറിച്ച് പറയാൻ വേണ്ടി പറ്റൂ. പക്ഷേ നാളത്തെ മത്സരത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ അവർക്ക് നല്ലൊരു ബോളിംഗ് നിരയുണ്ട്. പിന്നെ ജസ്പ്രീത് ബുംറ എന്ന ലോകോത്തര ബോളർ ടീമിലില്ല. പക്ഷേ അതിന് വിടവ് നികത്താൻ അവരുടെ സ്പിന്നർമാർക്ക്, പുതുമുഖങ്ങൾക്ക്, യുവതാരങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മുംബൈക്ക് ആശ്വാസം നൽകുന്നുണ്ട്. അപ്പോൾ നാളെ ലക്നൗവിനെതിരെ മത്സരത്തിലും ക്രൂഷ്യലാവാൻ പോകുന്നത് മുംബൈയുടെ ബൗളിങ്ങും ലക്നൗവിൻ്റെ ബാറ്റിംഗ് ആയിരിക്കും ഞാൻ കരുതുന്നത്. കാരണം പിന്നെ ബാറ്റിങ്ങിലേക്ക് വരുമ്പം നേരെ മറിച്ച് ഇവിടെയും പിന്നെ മുംബൈയിലും കൺസേൺ ഉണ്ട്. അപ്പുറത്തേക്ക് നമ്മൾ ഈ രോഹിത്തിനെ പറയുമ്പോൾ തന്നെ പന്തിൻ്റെയും പറയണം. ഈ പിന്നെ ഒരു വലിയ തുകക്കൊക്കെ സ്വന്തമാക്കിയിട്ട് നായകനായി കൊണ്ടുവന്ന പന്തിൻ്റെ പ്രകടനം വലിയ നിരാശപ്പെടുത്തലാണ്. അവിടെ ഇപ്പോൾ നിക്കോളാസ് പൂരാൻ്റെ ബാറ്റിംഗ് മാത്രമാണ് ഒരു പിന്നെ ആശ്വാസം എന്ന് പറയാൻ വേണ്ടിയുള്ളത്. പൂരാൻ മാത്രമെങ്കിൽ കൂടി അദ്ദേഹമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇപ്പം ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പറ്റുന്നത്. പക്ഷേ പന്തിന് അതിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ 7 അയലത്ത് പോലത്തെ എത്താൻ പറ്റുന്നില്ല. അപ്പം പന്ത് തിളങ്ങിയാൽ മാത്രമേ ലക്നൗവിന് മുന്നോട്ടുള്ള പ്രതീക്ഷകളിലേക്ക് ഒരു പ്രതീക്ഷ വെക്കാൻ വേണ്ടി പറ്റൂ. അപ്പം ഈ താരങ്ങളുടെയൊക്കെ ഫോം ഔട്ടായി താരങ്ങളൊക്കെ തിരിച്ചു വരേണ്ടത് ഇരു ടീമുകൾക്കും നിർണായകമാണ്. അതിനനുസരിച്ചായിരിക്കും നാളത്തെ വിജയസാധ്യതകൾ വരുന്നത്. നമ്മൾ മുംബൈയുടെ കാര്യം പറയുമ്പോൾ ഈ ബുംറയുടെ തിരിച്ചുവരവ് മുംബൈ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം ബൗളിങ്ങിൽ ഒരു ബുംറയുടെ 4 ഓവറുകൾ IPL മത്സരങ്ങളിൽ വളരെ നിർണായകമാണ്. കളിയുടെ ഗതിയെ തിരിച്ചുവിടാൻ പറ്റുന്നൊരു ബോളറാണ്. പക്ഷേ ഈ ബുംറ വരുന്നതിന് ഒപ്പം തന്നെ നമ്മൾ ബാറ്റിംഗ് ഓർഡറിലിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലിജിൻ പറഞ്ഞ പോലെ തന്നെ രോഹിത് ശർമ്മയിൽ നിന്ന് വലിയൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രോഹിത് ശർമ്മ ക്ലിക്കായി കഴിഞ്ഞാൽ ടീം ക്ലിക്കാവുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന രോഹിത് ശർമ്മ നല്ലൊരു തുടക്കം കിട്ടുന്നില്ല. സൂര്യകുമാർ യാദവിന് കാര്യമായിട്ട് തിളങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ തിലക് വർമ്മയ്ക്ക് പറ്റുന്നില്ല. തിലക് വർമ്മ കഴിഞ്ഞ സീസണിലൊക്കെ നല്ലൊരു പെർഫോമൻസ് പുറത്തെടുത്ത താരമാണ്. അതുപോലെ തന്നെ പാണ്ഡ്യയുടെ കാര്യം അതുപോലെ തന്നെയാണ്. പാണ്ഡ്യ കഴിഞ്ഞ മത്സരത്തിൽ വളരെ മോശം രീതി ബാറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ ബാറ്റിംഗ് ഓർഡറിൽ അവരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ പറയുമ്പോൾ കഴിഞ്ഞ 3 മത്സരങ്ങൾ വെച്ച് ടീമിനെ വിലയിരുത്താനായിട്ടില്ലെങ്കിൽ എങ്കിൽ കൂടി, പക്ഷേ 3 മത്സരങ്ങളിൽ നിന്ന് 3 മത്സരം അത് കഴിഞ്ഞു. 3 മത്സരം കഴിഞ്ഞു. ഇപ്പം ഒരു 2 മത്സരം തോറ്റ് തിരിച്ചു വരുമ്പോൾ ഒരു വലിയ തകർച്ചയിലേക്ക് പോകാതെ, പോയിന്റ് പട്ടികയിൽ വലിയൊരു തകർച്ചയിലേക്ക് പോകാതെ പട്ടികയിലേക്ക് മുന്നേറണമെങ്കിൽ അടുത്ത മത്സരത്തിൽ മുംബൈക്ക് വിജയിച്ചേ പറ്റൂ. ലക്നൗവിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ലക്നൗ ഡൽഹിയോടൊക്കെ പിന്നെ പൊരുതി തോൽക്കുക തന്നെ പറയാം. ഹൈദരാബാദിനോട് പൊരുതി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ടീമായിട്ടാണ് ലക്നൗ ബാറ്റിംഗ് നിര നല്ല സ്ട്രെങ്ത് ആയിട്ട് എടുക്കുന്നത്. പന്തിൻ്റെ പ്രകടനം നമ്മൾ പിന്നെ കാണുമ്പോഴും മുംബൈയുടെ ബാറ്റിംഗ് നിരക്ക് അത്ര തിളങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം കൊൽക്കത്തയോട് ജയിച്ചത് കൊൽക്കത്തയെ പിന്നെ ലോ സ്കോറിൽ ഇറങ്ങാൻ വേണ്ടി പറ്റി എന്നുള്ളത് തന്നെയാണ് മുംബൈയുടെ ഒരു ആശ്വാസം ഉണ്ടായത്. അതിൽ അരങ്ങേറ്റ താരത്തിൻ്റെ 4 വിക്കറ്റ് പ്രകടനം, പിന്നെ നമ്മുടെ വിഘ്നേഷിൻ്റെ പ്രകടനം. വിഘ്നേഷിൻ്റെ 2 ക്യാച്ചുകളും മിസ്സായതുകൊണ്ട് 3 വിക്കറ്റുകൾ ലഭിച്ചേനെ. 1 വിക്കറ്റാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷേ അവിടെ അവർക്ക് എറിഞ്ഞ് പിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പം മുംബൈയുടെ ബോളർമാരെ ഇപ്പം ഫസ്റ്റ് ബാറ്റ് ഇപ്പോൾ ലക്നൗവിനെ കിട്ടുന്നെങ്കിൽ അവരെങ്ങനെയും കളിക്കുമെന്നതനുസരിച്ചായിരിക്കും മത്സരത്തിൻ്റെ ഗതിയിരിക്കുക. ഈ പറഞ്ഞ പോലെ ഒരു 170 മുകളിലേക്കുള്ള റൺസ് പോയാൽ മുംബൈക്ക് അത് ഈ ഒരു മുംബൈ ടീമിന് നിലവിലെ ഫോമിൽ പിടിക്കാൻ പറ്റുമോ, കളിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നൊരു സംശയം അവിടെ ബാക്കിയാണ്. ലക്നൗവിൻ്റെ ബോളിംഗ് അത്ര മോശമല്ലാത്ത ബോളിംഗ് ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ പന്തിൻ്റെ നിരവധി ഓപ്ഷനുകളുണ്ട്. അവർ നന്നായിട്ട് പന്തെറിയുന്നുണ്ട് എന്നുള്ള കൂടി കാണുമ്പോൾ മുംബൈയുടെ അത്രത്തോളം തിളങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഏറ്റവും നല്ല മികച്ച താരങ്ങളുള്ള മികച്ച ടീം, ലോകോത്തര ടീം T20 സ്പെഷ്യലിസ്റ്റ് താരങ്ങളുള്ള ടീം മുംബൈ തന്നെയാണ്. മുംബൈയുടെ നമ്മളീ പറയുന്നത് തന്നെയാണ്. പക്ഷേ ആ പ്രതിഭക്കൊത്ത പ്രകടനം പുറത്തെടുക്കാൻ ഈ താരങ്ങൾക്കൊന്നും പറ്റുന്നില്ല. രോഹിത്തിനും ഞാൻ പറഞ്ഞ സൂര്യകുമാർ യാദവിനും നമ്മൾ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ രോഹിത്തിൻ്റെ പ്രകടനം ഏറ്റവും നിരാശപ്പെടുന്നത്. അദ്ദേഹത്തിന് T20 പിന്നെ ഇൻ്റർനാഷണൽ വിരമിച്ച താരമാണ്.
അപ്പം കഴിഞ്ഞ 9 മത്സരമായിട്ട് ഈ കഴിഞ്ഞ 50 T20 അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ നിരാശപ്പെടുത്തുന്നതാണ്. ഈ കഴിഞ്ഞ 3 IPL മത്സരങ്ങളൊക്കെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന് വലിയൊരു സ്കോറിലേക്ക് കടക്കാനേ പറ്റുന്നില്ല, ഒരു ഇന്നിങ്സ് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നേ ഇല്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം അത് രോഹിത് എന്തായാലും നാളത്തെ മത്സരത്തിൽ മാറ്റേണ്ടതുണ്ട്. പിന്നെ ഇമ്പാക്ട് പ്ലെയറായിട്ടാണെങ്കിലും അല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ഓപ്പണിംഗ് ഇറങ്ങുന്ന താരത്തിന് ഒരു മികച്ച തുടക്കം ടീമിന് നൽകേണ്ടതുണ്ട്. ആ തുടക്കം ലഭിച്ചാൽ മാത്രമേ മുംബൈയുടെ ബാറ്റിംഗ് നിരക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. ഈ ബാറ്റിംഗ് നിരയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒട്ടും വില കുറച്ച് കാണാൻ പറ്റില്ല. ഈ ലക്നൗവിൻ്റെ ബാറ്റിംഗ് നിരയുടെ കാര്യം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈദരാബാദിൻ്റെ ഒരു സ്ഫോടനാത്മകമായ ബാറ്റിംഗ് പോലെ തന്നെ ഇവർക്ക് ലക്നൗവിനും അതിനുള്ള ശക്തിയുള്ള ടീമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മിച്ചൽ മാർഷ്, എയ്ഡൻ മക്രം, സാം പുരാൻ അടക്കമുള്ള താരങ്ങളുണ്ട്, മില്ലറുണ്ട്, അങ്ങനെ വെടിക്കെട്ട് താരങ്ങളുണ്ട്. മില്ലറൊന്നും ഇതുവരെ പരീക്ഷിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. മധ്യനിര ശരിക്കും പരീക്ഷിക്കുന്നതേ ഉള്ളൂ. ഈ ടോപ്പ് ഓർഡറിൽ നിന്ന് പൂരനും മില്ലറും അല്ല മറ്റേ മാർഷും വരുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ കളി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മിഡിൽ ഓർഡറും കൂടി പരീക്ഷിക്കാൻ പറ്റുമ്പോൾ ലക്നൗവിൻ്റെ ബാറ്റിംഗ് സ്ട്രെങ്തിന് യാതൊരു സംശയമില്ല. അവിടെ ഒരു ഈ പറഞ്ഞ ഒരു നല്ല ഓപ്ഷൻ ഉണ്ടെങ്കിലും പന്തിൻ്റെ ക്യാപ്റ്റൻസിയോട് കൂടി പിന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ടീമിൻ്റെ പ്രകടനം പോകുന്നതാണ് പറയേണ്ടത്. കഴിഞ്ഞ മത്സരങ്ങളിൽ പന്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ വളരെ മോശവും കണ്ടു. കഴിച്ച സ്പിന്നിന് അനുകൂലമായ വെച്ചിൽ പേസ് ബോളർമാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പന്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലക്നൗവിൻ്റെ മാനേജ്മെൻറ്റ് കാര്യം എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. എപ്പോൾ വേണേലും ക്യാപ്റ്റനെതിരെ വരെ പൊട്ടിത്തെറിക്കാവുന്ന ഒരു മാനേജ്മെൻറ്റാണ്. പക്ഷേ പന്തിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഒരു വലിയ പ്രകടനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സാധ്യത വളരെ മുമ്പിലുണ്ട്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്തയുണ്ട്, ഇപ്പോൾ പന്തിനെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് ബാറ്റിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പുരാനെ ക്യാപ്റ്റനാക്കുമെന്നൊക്കെ ഒരു അഭ്യൂഹമുണ്ട്. അതിനൊരു സാധ്യതയില്ല, നിലവിലത്തെ ഘട്ടത്തിലൊരു സാധ്യതയില്ല. പക്ഷേ ഈ പോയിന്റ് ടേബിളിൽ ഇപ്പം ഒരു വലിയ മുന്നേറ്റം നടത്തേണ്ട ഘട്ടത്തിലേക്ക് എത്തി. 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ക്രൂഷ്യൽ മത്സരങ്ങളാണ്. ഇനിയും പുറകോട്ട് പോകാന്നുള്ളത് അല്ല, ഇരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവി കൂടി വരുമ്പോൾ 3 തോൽവിയിലേക്ക് പോകും. അത് പിന്നെ പോയിന്റ് ടേബിളിലെ അവസാന സ്ഥാനക്കാരിലേക്ക് പോകുന്നത് അത്ര ശുഭകരമായ കാര്യമായിരിക്കില്ല. നമുക്ക് മുംബൈയുടെ നമുക്കറിയാം ഈ പ്രതിഭകളൊത്ത പ്രകടനമായിട്ട് വന്നിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ തകർന്നു പോയ ടീമാണ്. ആദ്യ മത്സരം മുംബൈ തോക്കുന്നത് പതിവാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് എപ്പോഴും ദൈവത്തിൻ്റെ പുറകെ തോറ്റു തുടങ്ങും. അത് തോറ്റു. 2ാം മത്സരവും തോറ്റു. വീണ്ടും ഒരു മത്സരം കൂടി തോറ്റിരുന്നെങ്കിൽ മുംബൈക്ക് വീണ്ടും ടെൻഷൻ അടിക്കേണ്ട സമയത്താണ് കഴിഞ്ഞ മത്സരത്തിലെ വിജയം ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ അടുത്ത മത്സരം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ മാർക്കം ലക്നൗവിൽ നിരയിൽ മാർക്കം ഇതുവരെ തിളങ്ങിയിട്ടില്ല. 6 ഓവറിനും കൂടുതൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ തന്നെ സ്കോർ അവിടെ മാറും. പിന്നെ അതിൻ്റെ വിടവ് നികത്തുന്നത് മിച്ചൽ മാർഷിൻ്റെ പ്രകടനമാണ്. മികച്ച രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നുണ്ട്. മാർഷ് ഈ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ വരുന്നതാണ് നിക്കോളസ് പുരാൻ വരുന്നത്. പുരാൻ്റെ പ്രകടനം ഇപ്പം കഴിഞ്ഞ 2 മത്സരങ്ങളായാലും നോക്കിയാലും കഴിഞ്ഞ 3 മത്സരത്തിലായാലും ഒരു കൺസിസ്റ്റൻസിയോടെ ബാറ്റ് ചെയ്യുന്നത് പുരാനെ തന്നെയാണ് പറയാം. മികച്ച ഇന്നിങ്സുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി താരത്തിന് പറ്റുന്നുണ്ട്. അപ്പം ആ രീതിയിൽ പോയാൽ തന്നെ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ പിന്നെ പന്ത് രക്ഷപ്പെടുത്തുമ്പോൾ മില്ലർ ഇറങ്ങാണ്ട് അതിന് പിന്നാലെ വരുന്ന താരങ്ങൾക്കൊന്നും തിളങ്ങാൻ വേണ്ടി അധികം അവസരം ലഭിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൂടി ആയിക്കഴിഞ്ഞാലും നമുക്ക് ലക്നൗവിൻ്റെ ബാറ്റിംഗിൽ യാതൊരു സംശയമില്ല. അവർക്ക് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതിൽ പിന്നെ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ പന്ത് ഇവരൊക്കെ എത്രത്തോളം വിനിയോഗിക്കുന്നതാണ് നോക്കേണ്ടത്. ആയുഷ് ബദ്വനിയും താർക്കൂർക്കായിട്ട് ഉള്ള ടീമാണല്ലോ ഇത് വരുന്നത്. ഈ ലക്നൗവിൻ്റെ ബൗളർമാർ നിരാശപ്പെടുത്തുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബൗളർമായിട്ടുള്ള ഷാർദുൽ താക്കൂർ, രവി ബിഷ്ണോയി അവരുടെ മികച്ച ബൗളർമാർ, സൂപ്പർ ബൗളർമാർ. പക്ഷേ അവർക്ക് കാര്യമായിട്ടൊരു വലിയൊരു പ്രകടനം പുറത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം വലിയ ഇന്നിങ്സിലേക്ക് ടീം പോകുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ബൗളർമാർ ഭാഗത്തു നിന്നൊരു വലിയൊരു പ്രതിരോധം ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായിട്ടും അത് ടീമിനെ ബാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ലക്നൗവിൻ്റെ നമുക്കൊരു നല്ലൊരു ബോളർ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ആരും ചൂണ്ടിക്കാണ്ടിക്കാൻ ഇതുവരെയായിട്ടില്ല. പക്ഷേ ബാറ്റ്സ്മാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ മില്ലർ അടക്കമുള്ള താരമുണ്ട്. മില്ലറുടെ പെർഫോമൻസ് മാത്രം മതി IPL ഒരു മത്സരമൊക്കെ ഈസിയായിട്ട് ജയിക്കും. മില്ലറാണ് നമ്മുടെ മില്ലറിൻ്റെ ഒരു നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മില്ലർ എന്ന താരം T20 എത്രത്തോളം അപകടകാരിയാണ് നമ്മൾ പല ഇന്നിങ്സുകളും കണ്ടിട്ടുണ്ട്. അത് ഒരു മത്സരം മതി. ഓരോ മത്സരത്തിന് മില്ലർ തിരിച്ചു വന്നാൽ ഈ പറഞ്ഞ എതിരാളികൾക്ക് പിന്നെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത റണ്ണ് ചിലപ്പോൾ ഉയർത്തേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ മുംബൈയുടെ സുനിൽ കുമാർ ആയാലും വിഘ്നേഷ് പുത്തൂർ ആയാലും ഇങ്ങനെ ഒരുപാട് പ്രതിഭകളുണ്ട്. ഈ മുംബൈയുടെ സ്കൗട്ട് ടീം കണ്ടെത്തിയ ഒരുപാട് പ്രതിഭകളോടാണ് ഇവർ മുറ്റുന്നത്. ഈ ബൂംറയ്ക്ക് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി ആ വിടവ് നികത്താൻ ഒരു താരത്തിനും പറ്റില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അതിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിരവധി ഓപ്ഷനുകൾ ഹർദിക്കിൻ്റെ കയ്യിലുണ്ട്. സ്പിന്നർമാരെല്ലാം നല്ല രീതിയിൽ അത് വിനിയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഹർദിക്കിൻ്റെ ഈ മോശം ഫോം പറയുന്നത് തന്നെ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ ഓവർ നിരക്ക് ഒരു തുടർക്കഥയാവുകയാണ്. ഈ സീസണിൽ ആദ്യ മത്സരം കഴിഞ്ഞ സീസണിലെ പ്രശ്നത്തെ തുടർന്ന് അദ്ദേഹം നഷ്ടപ്പെട്ടിരുന്നു. കഴിഞ്ഞ മത്സരത്തിന് പിഴ ലഭിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മുംബൈയിൽ ഇതൊരു സെറ്റായ ടീമെന്ന് പറയാൻ വേണ്ടി പറ്റുമെന്ന് സംശയമാണ്. കാരണം ക്യാപ്റ്റന് തന്നെ ഒരു താളത്തിലെത്താൻ വേണ്ടി ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ മറികടക്കേണ്ടതുണ്ട് 2 ടീമും വരുമ്പോൾ.
ഈ ബുംറയുടെ ഒരു കാര്യം നമ്മൾ നല്ല കുറച്ച് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബുംറ പരിക്ക് ഭേദമായി ടീമിലേക്ക് ഉടനെ തിരിച്ചെത്തുമെന്നൊരു റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അത് ഒരു ചാൻസ് എടുക്കാൻ വേണ്ടി ഇതല്ല. നമുക്കറിയാം ഇപ്പം പിന്നെ രാജസ്ഥാൻ്റെ നായകൻ മലയാളി താരം സഞ്ജുവിൻ്റെ കേസ് തന്നെ. സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ മാത്രമാണ് BCCയുടെ അനുമതി ലഭിച്ചത്. പക്ഷേ കഴിഞ്ഞ ഒരു ദിവസമാണ് അദ്ദേഹത്തിന് പിന്നെ ഫീൽഡ് ചെയ്യാനും കീപ്പ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചത്. അപ്പം നമ്മുടെ താരങ്ങളുടെ പരിക്ക് അത് നിർണായകത്തോടെ നോക്കേണ്ടതാണ്. ഇപ്പം ബൂംറയെ പോലുള്ള താരത്തിന് എന്തായാലും ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരിക്കലും വിട്ടുകൊടുക്കില്ല. പിന്നെ ഇതൊക്കെ IPL ആണ്. IPL സ്റ്റാർ ഈ താരങ്ങളുടെ മുകളിൽ മാത്രം നടക്കുന്ന ഒരു ലീഗാണെന്ന് തന്നെ പറയാം. അപ്പം ബൂംറ ഇല്ലാത്ത IPL എത്രത്തോളം ഇതാണെന്ന് പറഞ്ഞിട്ട് ഇനി IPL-ലേക്ക് ബൂംറ വരുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പരിക്ക് പൂർണ്ണമായും മോചിതമായിട്ട് കളിക്കാൻ ഇറങ്ങില്ല. പക്ഷെ അദ്ദേഹം ഇറങ്ങാത്തിടത്തോളം കാലം മുംബൈക്ക് അതൊരു വിടവ് അവിടെ ഉണ്ട്. അത് കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഈ ലക്നൌവിൻ്റെ ടീം ഉടമയുടെ കാര്യം നമ്മൾ പറയേണ്ടതാണ്. കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട് KL രാഹുലുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഗോയങ്കയായിട്ട് KL രാഹുലിനോട് സഞ്ജീവ് ഗോയങ്ക പറയുന്ന സംസാരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത്തവണ അസമാനമായ സാഹചര്യത്തിലൂടെയാണ് പന്ത് കടന്നു പോകുന്നത്. കാരണം വെച്ചാൽ മത്സരങ്ങളിൽ തോൽവിയുടെ ഒരു ഘട്ടമുണ്ട്. പന്തിന് തിളങ്ങാനാവുന്നില്ല. വലിയൊരു തുക കൊടുത്ത് ടീമിലേക്ക് എത്തിച്ചാണ് പന്തിനെ. പക്ഷേ സ്വാഭാവികമായിട്ടും പന്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഭയങ്കര നിരാശാജനകമായ ഒരു പ്രകടനമാണ്. കടന്നു പോകുന്ന സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തവണ ടീം ഉടമ എന്ന നിലയിൽ സഞ്ജു ഗായങ്കിൽ നിന്നൊരു പന്തിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് എല്ലാവരും നോക്കിക്കാണുന്നുണ്ട്. തീർച്ചയായും ഈ നിലയിൽ, അതായത് അടുത്ത മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ കൂടി പിന്നെ 4 മത്സരം ആകുമ്പോഴേക്കും 3 തോൽവി വന്നു. വീണ്ടും മികച്ച രീതിയിലേക്ക് പ്രകടനം പുറത്തെടുക്കാൻ ടീമിനെ നയിക്കാനും മികച്ച രാഹുലിനൊക്കെ നമുക്കറിയാം. പിന്നെ കഴിഞ്ഞ വർഷം വന്നത് ഗ്രൗണ്ടിൽ തന്നെ പൊട്ടിത്തെറിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു പന്തിന് തലക്കുമുകളിൽ വാള ആടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ IPL ആണ് ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു ചവിട്ട്. T20 ലോകകപ്പൊക്കെ വരുമ്പോൾ നമുക്കറിയാം. അപ്പം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് വലിയ മത്സരം അടക്കമാണ്. ഈ പറഞ്ഞ KL രാഹുൽ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷാൻ, ഇങ്ങനത്തെ പല ധ്രുവ് ജുറൽ പോലുള്ള താരങ്ങൾ, നിരവധി താരങ്ങളുണ്ട്. അതിൽ പിന്നെ നമുക്ക് എക്കാലത്തും ഇപ്പം അടുത്ത കാലത്തായിട്ട് ഫേവറേറ്റ് ചെയ്തിരിക്കുന്നത് ഋഷഭ് പന്ത് തന്നെയാണ് സെലക്ടർമാരുടെ. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞൊരു സ്റ്റമ്മിങ്ങിൽ മിസ്സാക്കിയൊക്കെ നമുക്ക് പിന്നെ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. അത് പിന്നെ ഹൈലൈറ്റ്സിൽ അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയം നടക്കുമ്പം ഇതൊക്കെ ഫേവേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ലക്നൗ ടീം ഉടമകളിൽ നിന്നുള്ള ഒരു ഭീഷണി പന്തിനെ മറികടക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലാണ് ഈ നയിക്കുന്നതിനേക്കാൾ അദ്ദേഹം പ്രകടനത്തിലൂടെ തെളിയിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ടീമിലേക്ക് എത്തണമെങ്കിൽ കൂടി അത് നിർണായകമാണ്. അപ്പം ടീമിൻ്റെ മാത്രം നോക്കുകയല്ല, പന്തിന് തിരിച്ചു വന്നേ പറ്റൂ, പന്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തിയേ പറ്റൂ, ടീമിനെ മികച്ച രീതിയിലേക്ക് വിജയങ്ങളിലേക്ക് എത്തിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി ചിലപ്പം തെളിഞ്ഞേക്കാം. അതിപ്പം പിന്നെ സീസൺ ഇടയിലാണോ ക്യാപ്റ്റൻസി ചോദിക്കുന്നത് എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ.